നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചു. റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള US നിർദ്ദേശമാണ് യുക്രൈൻ അംഗീകരിച്ചത്. വിവരങ്ങളുമായി ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജിദ്ദയിൽ നിന്ന് ജലീൽ, നിർണായകമായ തീരുമാനമാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്? കീർത്തന, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി ലോകം ഉറ്റുനോക്കിയ ചർച്ചയാണ് ഇന്ന് ജിദ്ദയിൽ നടന്നത്. സൗദിയുടെ മധ്യസ്ഥതയിൽ അമേരിക്കയും യുക്രൈനും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് ദീർഘനേരം ഇന്ന് ചർച്ച ചെയ്തു. ചർച്ചയ്ക്ക് ശേഷം US യുക്രൈൻ സംയുക്ത പ്രസ്താവന വന്നു. 30 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്കയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചിരിക്കുകയാണ്. ഉക്രൈനിനുള്ള സുരക്ഷാ സഹായം പുനരാരംഭിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രമിച്ചു, അമേരിക്ക ശ്രമിച്ചു. ഇതിന് US കോൺഗ്രസിനും പ്രത്യേകിച്ച് ട്രംപിനും യുക്രൈൻ നന്ദി പറഞ്ഞു. സമാധാന പ്രക്രിയയുടെ ഭാഗമായി മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ പ്രതിനിധികൾ ചർച്ചയിൽ എടുത്തു പറയുന്നുണ്ട്. യുക്രൈനുള്ള സഹായം തുടരും എന്ന് പറയുന്നുണ്ട്. വെടിനിർത്തൽ സമയത്ത് യുദ്ധ തടവുകാരുടെ കൈമാറ്റം ഉണ്ടാകും, സിവിലിയൻ തടവുകാരുടെ മോചനം ഉണ്ടാകും എന്നും ഈ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സമാധാന പ്രക്രിയയുടെ ഭാഗമാവും, പങ്കാളിയാകും എന്ന് യുക്രൈന്റെ പ്രതിനിധി സംഘം ആവർത്തിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഇന്ന് ഉച്ച മുതലാണ് ഈ ചർച്ച, ദീർഘനേരം ചർച്ച നടന്നത്. അല്പം മുമ്പാണ് ചർച്ച അവസാനിച്ചത്. ജിദ്ദയിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, സൗദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മുസായിദ് അൽ ഐബാൻ എന്നിവരുടെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ച നടന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അമേരിക്കൻ പ്രതിനിധി സംഘം എത്തിയത്. യുക്രൈന്റെ ഭാഗത്ത് നിന്ന് പ്രസിഡന്റ് ഓഫീസ് മേധാവി ആൻഡ്രി യെർമക്, വിദേശകാര്യമന്ത്രി ആൻഡ്രി സിഫ, പ്രതിരോധ മന്ത്രി റുസ്താം ഉമാറോവ് തുടങ്ങിയവരെല്ലാം ചർച്ചയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ജിദ്ദയിലെത്തിയിരുന്നു. ചർച്ചയ്ക്ക് മുന്നോടിയായി അദ്ദേഹം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംസാരിച്ചിരുന്നു. ഈ ട്രംപ് സെലൻസ്കി അമേരിക്കയിലെ വാഗ്വാദത്തിന് ശേഷമുള്ള ചർച്ച എന്ന നിലയിൽ കൂടി ഇന്നത്തെ ചർച്ച ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. ഇതൊരു തുടക്കമാകും, ഈ ചർച്ചയുടെ തുടക്കം മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയും ചർച്ചകൾ തുടരും. ട്രംപ് അടുത്ത മാസം മധ്യത്തിൽ സൗദി സന്ദർശിക്കാനിരിക്കുകയാണ്. ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ പിന്തുണയും സൗദി നൽകുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. ഏതായാലും ഏറെ പ്രതീക്ഷയിലാണ് ഇന്ന് ഈ വെടിനിർത്തൽ, 30 ദിവസത്തെ വെടിനിർത്തൽ വരാൻ പോവുകയാണ്. കീർത്തന, ജലീൽ, 30 ദിവസത്തെ വെടിനിർത്തൽ കാലഘട്ടത്തിൽ ഈ യുക്രൈന്റെ മാനുഷിക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് ഏത് രീതിയിൽ നടപ്പാക്കാനാണ് പദ്ധതിയിടുന്നത്? ഒപ്പം അതിന് US സൈനിക സഹായവും ലഭ്യമാവുമോ? ഇത് മാനുഷിക പ്രവർത്തനങ്ങളും മാനുഷിക സഹായങ്ങളും എല്ലാം തുടരും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായവും US ചെയ്യും എന്ന് മാത്രമാണ് ഇപ്പോഴുള്ള ഈ ഹ്രസ്വമായ ഈ പ്രസ്താവനയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഇനി വരാതിരിക്കുന്നതേ ഉള്ളൂ. കേൾക്കണം. ശരി, 30 ദിവസത്തെ വെടിനിർത്തലിനാണ് ഇപ്പോൾ വഴിയൊരുങ്ങുന്നത്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ, 30 ദിവസത്തെ വെടിനിർത്തലിന് യുക്രൈൻ സമ്മതിച്ചിരിക്കുന്നു. റഷ്യയുമായുള്ള താൽക്കാലിക വെടിനിർത്തലിനുള്ള US നിർദ്ദേശമാണ് യുക്രൈൻ അംഗീകരിച്ച. വിവരങ്ങളാണ് ജലീൽ കണ്ണമംഗലം നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. പാകിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുത്ത 100-ലേറെ പേരെ ബന്ദികളാക്കി ബലൂച്ച് ലിബറേഷൻ ആർമി. 20 പാക് സൈനികരെ വധിച്ചതായും 182 പേരെ ബന്ദികളാക്കിയതായും ബലൂച്ച് ലിബറേഷൻ ആർമി വ്യക്തമാക്കി. സൈന്യമിറങ്ങിയാൽ ബന്ദികളെ വധിക്കുമെന്നും മുന്നറിയിപ്പ്. ഇന്ത്യൻ സമയം രാവിലെ 9:30-യോടെയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ നിന്ന് ജാഫർ എക്സ്പ്രസ് പുറപ്പെട്ടത്. ടണലിലൂടെ ട്രെയിൻ കടന്നുപോകുന്നതിനിടെയാണ് ബലൂച്ച് വിമോചന സേന ട്രെയിൻ റാഞ്ചിയത്. ട്രെയിനിൽ നിന്ന് വെടിയൊച്ച കേട്ടതായി പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിച്ചു. ബന്ദികളായവരിലധികവും പാക് പഞ്ചാബിലേക്ക് അവധിക്ക് പുറപ്പെട്ട പാക് സൈനികരും പോലീസുകാരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമാണ്. സൈന്യം രംഗത്തിറങ്ങിയാൽ ബന്ദികളെ വധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ട്രെയിൻ റാഞ്ചിയെടുത്ത പ്രദേശത്തിന് സമീപത്തുള്ള ആശുപത്രികളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ബലൂചിസ്ഥാനിൽ പാക് സേനയും വിഘടനവാദികളും ഏറ്റുമുട്ടൽ പതിവാണ്. 2024 ശേഷം ഏറ്റുമുട്ടൽ വർദ്ധിച്ചെന്നാണ് കണക്ക്. ഇന്റർനാഷണൽ ഡെസ്ക് 24.
ലഹരിക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചു പോരാടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. യുഎയിലെ ഷാർജയിൽ ഇൻകാസ് കേന്ദ്ര കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താറിൽ മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു രമേശ് ചെന്നിത്തല. പ്രവാസി മലയാളികൾ നാട്ടിലുള്ള കുടുംബങ്ങളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ പുതുതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഏറ്റവും വലിയ കടമയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും രംഗത്തെത്തേണ്ട കാലമാണ് ഇത്. ഭരണകൂടം ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് എല്ലാവരെയും ചേർത്തുകൊണ്ട് ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്നത്. ലഹരിക്കെതിരെ കേരള സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ സംസ്ഥാനം കൊളംബിയ പോലെയാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നമ്മുടെ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അതിപ്രസരത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതിനകത്ത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടേണ്ട ഒരു കാലഘട്ടമാണ്. ഇതിനെ ശക്തമായി ഭരണകൂടമാണ് ശക്തമായി നടപടികൾ സ്വീകരിക്കേണ്ടത്. ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ കേരളം ഒരു കൊളംബിയയെ പോലെയുള്ള രാജ്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പുതിയ തലമുറ അവർ ലഹരിക്ക് അടിമകളായാൽ അവരുടെ ജീവിതം മാത്രമല്ല, ഒരു തലമുറയുടെ ജീവിതമാണ് ഇവിടെ നശിക്കുന്നത്. ലഹരിക്ക് അടിമയായാൽ ഒരാളുടെ ജീവിതമല്ല, ഒരു തലമുറയാണ് നശിക്കുന്നത്. പ്രവാസി മലയാളികൾ നാട്ടിലുള്ള തങ്ങളുടെ മക്കളോടും കുടുംബങ്ങളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പ്രവാസി മലയാളികൾ നാട്ടിലുള്ള തങ്ങളുടെ മക്കളോടും ബന്ധുക്കളോടും ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആവശ്യപ്പെടണമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഇൻകാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഷാർജ പ്രസിഡന്റ് അബ്ദുൽ മനാഫ്, VT സലീം, പ്രശാന്ത് പാലങ്ങാട്, OM സുബൈർ, ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 ദുബായ്. OICC ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റിയും ജില്ലാ ഏരിയ കമ്മിറ്റികളും സംയുക്തമായി ദമാമിൽ ഇഫ്താർ മൊഹബത്ത് സംഘടിപ്പിച്ചു. അൽബഫ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം സ്നേഹത്തിന്റെയും ഒരുമയുടെയും സഹോദര്യത്തിന്റെയും വേദിയായി മാറി. സൗദി കിഴക്കൻ പ്രവിശ്യ OICC ഈസ്റ്റേൺ പ്രൊവിൻസ് കമ്മിറ്റിയും ജില്ലാ ഏരിയ കമ്മിറ്റികളും സംയുക്തമായാണ് ഈ വർഷം ദമാമിൽ മെഗാ ഇഫ്താർ വിരുന്നൊരുക്കിയത്. ദമാം അൽവഫ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ മൊഹബത്ത് എന്ന പേരിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പരസ്പരം കൈമാറുന്നത് കൂടിയായി മാറുകയായിരുന്നു. ഒരുപക്ഷെ അടുത്തൊന്നും ദമാം കണ്ടിട്ടില്ലാത്ത വിധം ദമാമിലെ സർവ്വമേഖലകളിലുള്ളവരുടെയും ഒരു അത്യപൂർവ കൂടിച്ചേരൽ. പ്രവിശ്യ പ്രസിഡന്റ് EK സലീമിന്റെ അധ്യക്ഷതയിൽ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുമല സംഗമം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്താനും മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാനുമാണ് ഇത്തരം ഇഫ്താർ സംഗമങ്ങൾ നൽകുന്ന സന്ദേശമെന്ന് റമദാൻ പ്രഭാഷണം നിർവഹിച്ച സുഹൈൽ ഹുദവി പറഞ്ഞു. OICC ഗ്ലോബൽ മുൻ ഉപാധ്യക്ഷൻ C അബ്ദുൽ ഹമീദ്, ഗ്ലോബൽ പ്രതിനിധികളായ ഹനീഫ് റാവുത്തർ, ജോൺ കോശി, നാഷണൽ വൈസ് പ്രസിഡന്റ് റഫീഖ് കൂട്ടലങ്ങാടി, മുഹമ്മദ് കുട്ടി കോഡൂർ, നൌഫൽ സത്താർ, നൌഷാദ് ഇരിക്കൂർ, സുബൈറുദ്ദീൻ, ലിബി ജെയിംസ്, കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് എന്നിവർ സംസാരിച്ചു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം സ്വാഗതവും കൺവീനർ CT ശശി നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീൻ, 24 ദമാം. നിരാലംബരായ കുട്ടികളുടെ മികച്ച വിദ്യാഭ്യാസത്തിനായുള്ള ദുബായ് കെയേഴ്സിന്റെ പദ്ധതികൾക്ക് പിന്തുണയുമായി ലുലു ഗ്രൂപ്പ്. പദ്ധതിയിലേക്ക് 1 മില്യൺ ദിർഹത്തിന്റെ സഹായം ദുബായ് കെയേഴ്സിന് ലുലു കൈമാറി. ലോകമെമ്പാടുമുള്ള നിരാലംബരായ കുട്ടികൾക്കും യുവാക്കൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എത്തിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദുൽ മക്തൂം ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് നേതൃത്വം നൽകുന്ന പദ്ധതിയാണ് ദുബായ് കെയേഴ്സ്. 60 വികസ്വര രാജ്യങ്ങളിലെ 24 ദശലക്ഷം ആളുകൾക്ക് നിലവിൽ ദുബായ് കെയേഴ്സിന്റെ സഹായം എത്തുന്നുണ്ട്. ഇത്തരത്തിൽ ദുബായ് കെയേഴ്സ് ആഗോളതലത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് ലുലു ഗ്രൂപ്പ്. 1 മില്യൺ ദിർഹത്തിന്റെ സഹായമാണ് ദുബായ് കെയേഴ്സിന് ലുലു കൈമാറിയത്. ദുബായ് കെയേഴ്സിന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ CEO താരിഖ് അൽ ഗുർഗിന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി സഹായം കൈമാറി. വിശുദ്ധ മാസത്തിൽ ദുബായ് കെയേഴ്സിന് സഹായം നൽകാൻ സാധിക്കുന്നതിൽ വലിയ അഭിമാനമുണ്ടെന്നും UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദുൽ മക്തൂമിന്റെ ദീർഘവീക്ഷണമുള്ള സേവനത്തിന് നൽകുന്ന പിന്തുണയാണിതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വ്യക്തമാക്കി. നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് കരുത്തേകുന്നതാണ് ലുലുവിന്റെ സഹായമെന്ന് ദുബായ് കെയേഴ്സ് CEO താരിഖ് അൽ ഗുർഗ് പറഞ്ഞു. ദുബായ് കെയേഴ്സിന്റെ പദ്ധതികളിലേക്ക് ലുലുവിന്റെ ഉപഭോക്താക്കളെ കൂടി ഭാഗമാക്കുന്ന വിവിധ ക്യാമ്പയിനുകളും ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ നടപ്പാക്കുന്നുണ്ട്. 24 ദുബായ്.
റമദാനിലെ ഇഫ്താറുകൾ രുചികരമാക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന സൗദി ദമാമിലെ ഒരു റെസ്റ്റോറന്റിനെ പരിചയപ്പെടാം. ഉച്ചയോടെ ആരംഭിക്കുന്ന ഇവിടുത്തെ തിരക്ക് രാത്രി ഏറെ വൈകി അത്താഴം വരെ നീണ്ടു നിൽക്കും. പേര് പോലെ തന്നെ രുചി വൈവിധ്യങ്ങളുടെ തറവാടാണ് ദമാമിലെ ഈ തറവാട് റെസ്റ്റോറന്റ്. ഈ റമദാൻ കാലത്ത് നല്ലൊരു ഇഫ്താർ, അതും നല്ല അസൽ രുചിയും വിഭവസമൃദ്ധവും വൈവിധ്യവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ദമാമിലെ രുചിയുടെ കലവറ തീർക്കുന്ന തറവാട് റെസ്റ്റോറൻറ്റ് വാതിൽ തുറന്നിട്ടിരിക്കുന്നു നിങ്ങൾക്കായി. ഉച്ച മുതൽ തുടങ്ങും വിഭവങ്ങൾ തേടി എത്തുന്നവരുടെ തിരക്ക്. സമൂസ, ഉന്നക്കായ, കായ്പോള, ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി എന്നിങ്ങനെ നീളുന്നു റമദാൻ നോമ്പുതുറ വിഭവങ്ങൾ. നോമ്പുതുറ മുതൽ അത്താഴം വരെ വിഭവങ്ങൾ കൊണ്ട് രുചി വിസ്മയം തീർക്കുകയാണിവിടെ. നോമ്പുതുറയ്ക്കുള്ള സ്നാക്സുകൾ ഈ മലബാർ ഉന്നയ്ക്ക, ഒണിയൻ പക്കോട, വെയിലോൾ പക്കോട, പഴം നിറച്ചത്, പഴംപൊരി, സമൂസ, കായപ്പോള, എണ്ണപ്പത്തിരി, ചട്ടിപ്പത്തിരി, ചിക്കൻ നിറച്ചത്, അങ്ങനെയുള്ള വിഭവം മലബാർ സംബന്ധമായ വിഭവമായ സാധനങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലുപരി നമുക്ക് നോമ്പുതുറ, ഫുഡ് ഓർ കേറ്ററിംഗ്, അങ്ങനെയുള്ള ഒരു നല്ല കിച്ചൺ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല റഷാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു വിഭവസമൃദ്ധമായ ഒരു നോമ്പുതുറയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അസൽ മലബാർ രുചിയുടെ ദമാമിലെ ഒരു വലിയ കേന്ദ്രം കൂടിയായി മാറി ഈ തറവാട് റെസ്റ്റോറൻറ്റ്. റമദാൻ കാലത്തെ നോമ്പ് കഞ്ഞി അതുതന്നെയാണ് ഇവിടെയും താരം. അത്താഴ നേരവും ഈ നോമ്പ് കഞ്ഞി ചോദിച്ച് എത്തുന്നവരുണ്ട്. മലബാർ രീതിയിലുള്ള തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. കഞ്ഞി കുടിക്കാൻ വേണ്ടി മാത്രം കസ്റ്റമർ വരെയാണ്. വിശാലമായ പാർട്ടി ഹാൾ സൗകര്യമുള്ളതിനാൽ തന്നെ സംഘടനകളും അസോസിയേഷനുകളും നാട്ടുകൂട്ടായ്മകളും എല്ലാം സംഗമിക്കുന്നതും ഈ തറവാട്ടിൽ തന്നെ. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു നോമ്പുതറ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 19 റിയാലിന് ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരു നോമ്പുതറ. നമ്മുടെ നാട്ടിലെ കോഴിക്കോടുള്ള അരിപ്പത്തിരി, അതുപോലെ നല്ല നെയ്ച്ചോറ്, ബീഫ്, അതുപോലെ നമ്മുടെ മലബാർ ബിരിയാണി, കല്യാണ ബിരിയാണിയാണ് നമ്മുടെ സ്പെഷ്യലിസ്റ്റ്. അതുപോലെ തന്നെ വളരെ വിശാലമായ 150 പേർക്കോളം ഇരിക്കാൻ പറ്റുന്ന പാർട്ടി ഹാളോടുകൂടിയ ഒരു ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ അണിച്ചൊരുക്കിയിട്ടുണ്ട്. 11:30 മണി മുതൽ നമ്മൾ അത്താഴത്തിനുള്ള ചോറും മീൻ പൊരിച്ചതും മോരുകറിയും തോരനും അടക്കമുള്ള വെറും 12 റിയാൽ വിഭവങ്ങൾ 2:30 വരെ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇഫ്താറിലേക്ക് എത്തുന്നവരുടെ തിരക്കാണ് കുടുംബ തറവാട്ടിലേക്ക് എത്തും പോലെ. എല്ലാം കഴിഞ്ഞ് ഇവരോടൊരു അഭിപ്രായം ചോദിച്ചാൽ പറയാൻ ഇവർക്കുമുണ്ട്. എല്ലാ ദിവസവും വീട്ടിലാണ് നോമ്പുതുറ. ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമ്മുടെ തറവാട്ടിലേക്ക് വന്നതാണ്. തികച്ചും ഹോമിലി ഒരു ഫുഡാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ കഴിച്ച ഫുഡ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ലതാണ്. അതെ, ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ആംബിയൻസ് ഇതൊക്കെ നന്നായിട്ടുണ്ട്, നല്ല ഉഷാറാണ്, അടിപൊളിയാണ്. മാഷാ അല്ലാഹ്, നോമ്പുറക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ നല്ല രുചിയുള്ള വ്യത്യസ്ത വിഭവങ്ങളുടെ സംഗമം കൂടിയാണ് ദമാമിലെ തറവാട് റെസ്റ്റോറൻറ്റിൽ തീർക്കുന്നത്. സുബൈറുദ്ദീൻ, 24 ദമാം. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് തലക്കുളത്തൂരിൽ 14-കാരിയെ കാണാനില്ലെന്ന് പരാതി. സനുഷ ബേബിയാണ് വൈകിട്ട് മുതൽ കാണാതായത്. എലത്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഈ കുടുംബം പറയുന്നത് എന്താണോ, ഒപ്പം അന്വേഷണം അത് ഏത് രീതിയിലാണ്? കീർത്തന, ഇന്ന് വൈകിട്ടാണ് സനുഷ ബേബിയെ കാണാനില്ലെന്ന് കാണിച്ച് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നത്. തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എലത്തൂർ പോലീസാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. പോലീസ് പറയുന്നതനുസരിച്ച് ഒരു യുവാവിനൊപ്പം കുട്ടിയെ കണ്ടു എന്ന് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വടകര ഭാഗത്താണോ കുട്ടിയുള്ളത് എന്നുള്ളൊരു സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. ഏതായാലും എലത്തൂർ പോലീസ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കീർത്തന, ശരി. കോഴിക്കോട് തലക്കുളത്തൂരിലാണ് 14-കാരിയായ സനുഷ ബേബിയെ വൈകിട്ട് മുതൽ കാണാതായത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴുക്കത്താണ് വിവരങ്ങൾ നൽകിയത്. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. കേരളത്തിന് മുഴുവൻ തുകയും നൽകിയെന്നും വേതനം വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. ദേശീയ ആരോഗ്യ മിഷൻ വഴി കേരളത്തിന് നൽകിയ തുകയുടെ കണക്കുകളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു.
ആശാ വർക്കേഴ്സിന്റെ വേതനമുയർത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്ന രാജ്യസഭയിൽ പി സന്തോഷ് കുമാർ MP ഉന്നയിച്ച ചോദ്യത്തിന് ആശാ വർക്കേഴ്സിന്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും കഴിഞ്ഞയാഴ്ച ചേർന്ന ദേശീയ ആരോഗ്യ മിഷൻ യോഗം ആശാ വർക്കേഴ്സിന്റെ ധനസഹായം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. The government of India has given all its due. Please. No, not allowed. Please take your seats. We have given all its due. The utilization certificate has not come. കേരളത്തിന് എല്ലാ കുടിശ്ശികയും നൽകിയിട്ടുണ്ടെന്നും എന്നാൽ വിനിയോഗത്തിന്റെ വിശദാംശങ്ങൾ കേരളം നൽകിയിട്ടില്ലെന്നും JP നദ്ദ പറഞ്ഞു. അതേസമയം മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും പി സന്തോഷ് കുമാർ MP പ്രതികരിച്ചു. വേതനം വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത ആശാ വർക്കേഴ്സ് കിട്ടുന്ന തുകയെക്കുറിച്ച് സുതാര്യത ഉണ്ടാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയെന്ന് പ്രതികരിച്ചു. കഴിഞ്ഞ ഞങ്ങൾ ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ വിഷയത്തിൽ വളരെ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുകയും സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഈ ഇന്നത്തെ ഈ അഭിപ്രായം വെളിപ്പെടുത്തുന്നത്. കേന്ദ്രം വേതനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് സ്വാഗതാർഹമെന്നും ഇതുതന്നെയാണ് കേരളവും ആവശ്യപ്പെട്ടതെന്നും സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ ആവശ്യവും അതായിരുന്നു. ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശമാർക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള UDF MPമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ദേശീയ ആരോഗ്യ മിഷൻ ആശാ വർക്കേഴ്സിനായി കേരളത്തിന് 2021-22 16.75 കോടിയും 2022-23 2023-24 87.8 കോടി രൂപയും അനുവദിച്ചതായി രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ MPയുടെ ചോദ്യത്തിന് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് മറുപടി നൽകി. ഒരു മാസം പിന്നിടുമ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മാർച്ച് 17 ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തും. മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാല ദിവസം സെക്രട്ടേറിയറ്റിന് മുൻപിൽ പ്രതിഷേധ പൊങ്കാലയും സംഘടിപ്പിക്കുമെന്നും ആശാ വർക്കേഴ്സ് പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ആശാ വർക്കേഴ്സിന്റെ വേതന വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോര്. കഴിഞ്ഞ വർഷത്തെ മുഴുവൻ തുകയും നൽകിയെന്ന JP നദ്ദയുടെ വാദം തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 2023-24 വർഷത്തിൽ ₹1 പോലും ക്യാഷ് ഗ്രാന്റ് നൽകിയിട്ടില്ലെന്നാണ് വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ വെച്ചു. എന്നാൽ കേന്ദ്രം പണം അനുവദിച്ചെന്നും ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടെത്തണമെന്നും ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തൽ സന്ദർശിച്ച സുരേഷ് ഗോപി പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിക്കുള്ള ക്യാഷ് ഗ്രാന്റ് ₹1 പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. ആരോഗ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രം നിർദ്ദേശിച്ച പേര് നൽകുന്ന കോ ബ്രാൻഡിംഗ് ചെയ്യാത്തതിന്റെ പേരിൽ തടഞ്ഞുവെച്ച തുക ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാലയളവിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട 826.02 കോടി രൂപ, ഇതിൽ ലഭിച്ചത് 189.15 കോടി രൂപ. ബാക്കി 636.88 കോടി രൂപ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. NHM യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ആരോഗ്യമന്ത്രി സഭയിൽ വെച്ചു. കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആണ് സാർ. 2025 ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സാർ. അതിന്റെ ഡോക്യുമെന്റും ഉണ്ട് സാർ. അപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സാർ ഇതിൽ നില്ലാണ്. ആശാ വർക്കേഴ്സിന്റെ വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ എത്തിയത്. സംസ്ഥാനത്തിന് പണം നൽകാനില്ലെന്നും ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ കേന്ദ്രത്തിന് കൈമാറിയാൽ ഇനിയും തുക നൽകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കുറവുണ്ടെങ്കിൽ നോക്കും. ആശാ വർക്കേഴ്സിന് പൊങ്കാലയിടാൻ 100 കിലോ അരിയും സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തു. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണറുടെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന. വയനാടിനായി 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് അടക്കം കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഉന്നയിച്ച നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിലുണ്ട്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ ചർച്ചയാകും നാളെ നടക്കുക. കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, സംസ്ഥാന ധനകാര്യ സെക്രട്ടറി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുക്കും. ധനമന്ത്രി കേരള ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷമായിരിക്കും ചർച്ച. അദ്ദേഹം വരുന്നത് അത് അവർക്ക് സീമനോട് നേരിട്ട് കാണണം, സംസാരിക്കണം. അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമല്ലേ. അതേസമയം ധനമന്ത്രാലയത്തിലാകും കൂടിക്കാഴ്ചയെന്നാണ് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്.
ഗവർണർ രാജേന്ദ്ര അർലേക്കർ കഴിഞ്ഞയാഴ്ച കേന്ദ്രത്തിന് മുന്നിലുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. കേരളം പ്രതീക്ഷയോടെ കാണുന്ന കൂടിക്കാഴ്ചയാണ് നാളെ നടക്കാനിരിക്കുന്നത്. 24 ഡൽഹി. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കുമായി അത്താഴ വിരുന്ന് നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. PT ഉഷ ഉൾപ്പെടെയുള്ള എംപിമാർ പങ്കെടുത്ത വിരുന്നിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരും പ്രിയങ്കാ ഗാന്ധിയും വിട്ടുനിന്നു. കേരളത്തിന്റെ എല്ലാ ആവശ്യത്തിനും ഒപ്പമുണ്ടാകുമെന്ന ഗവർണർ വിരുന്നിൽ ടീം കേരളയോടൊപ്പം ഗവർണറും ഉണ്ടെന്നത് ആഹ്ലാദകരമെന്ന് മുഖ്യമന്ത്രി. വികസന കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി കേരളം മുന്നോട്ടു പോകുന്നതിന് പ്രതീക്ഷകൾ നൽകുന്നതാണ് ഗവർണർ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിന്റെ ഭാഗമായുണ്ടായ ചർച്ചകൾ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവരും മുന്നോട്ടു പോകണമെന്ന് ഗവർണർ കേരളത്തിൽ നിന്നുള്ള എംപിമാരോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണെന്ന് ഗവർണർ പറഞ്ഞു. ടീം കേരളയോടൊപ്പം ഗവർണറുമുണ്ടെന്നത് ആഹ്ലാദകരമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്. കേരളത്തിലെ ലഹരി ഉപയോഗം ആശങ്കയായി ഗവർണർ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കുന്നുവെന്നത് ഭൂരിഭാഗം എംപിമാരും ഗവർണറെ അറിയിച്ചു. ഗവർണറുടെ അത്താഴ വിരുന്നിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വയനാട് MP പ്രിയങ്കാ ഗാന്ധിയും പങ്കെടുത്തില്ല. പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത്. അത്താഴ വിരുന്നിന് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ചാണ് കൊച്ചിൻ ഹൌസിലേക്ക് മടങ്ങിയത്. 24 ഡൽഹി. 24 എക്സ്ക്ലൂസീവ്. CPIM സംസ്ഥാന കമ്മിറ്റിയിലെ പരിഗണിക്കാത്തതിലെ പരസ്യ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പാർട്ടി നേതൃത്വത്തിന് വഴങ്ങി A. പത്മകുമാർ. പാർട്ടിക്കാരനെന്ന നിലയിൽ തന്റെ പ്രതികരണങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്ന് 24നോട് A. പത്മകുമാറിന്റെ പ്രതികരണം. AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന് പിന്നാലെയാണ് പത്മകുമാർ നിലപാടിൽ അയവ് വരുത്തിയത്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപ് പത്മകുമാറിനെ വരുതിയിലാക്കിയിരിക്കുകയാണ് CPIM. AK ബാലൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പത്മകുമാറുമായി സംസാരിച്ചിരുന്നു. ഇതോടെയാണ് പത്മകുമാർ നിലപാട് മയപ്പെടുത്തിയത്. അച്ചടക്കമുള്ള കേഡർ എന്ന നിലയിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്ന് A. പത്മകുമാർ 24നോട്. പാർട്ടി കേഡർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിപ്പോൾ മറ്റൊരാളാണ് ഇത് പറയുന്നതെങ്കിൽ അയാളുടെ പേര് കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ, പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കട്ടെ. ആ തീരുമാനത്തോടൊപ്പം ഞാൻ നിൽക്കും. വീണ ജോർജിനെതിരെ നടത്തിയ പരാമർശങ്ങൾ വ്യക്തിപരമല്ല. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. പാർട്ടി എടുക്കുന്ന ഏത് നടപടിയും അംഗീകരിക്കുമെന്നും പത്മകുമാർ. സാർ, വീണ ജോർജ്, ഞാൻ ഒരിക്കലും വീണ ജോർജിനെതിരായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കലല്ല. സാർ, വീണ ജോർജ് MLA എന്നുള്ള നിലയ്ക്ക്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ. ആ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്. ആ പറഞ്ഞ കാര്യം വെളിയിൽ പറഞ്ഞു എന്നുള്ളതാണല്ലോ പ്രശ്നം. അത് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്യട്ടെ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന മാധ്യമ വാർത്തകളും പത്മകുമാർ നിഷേധിച്ചു. പത്മകുമാർ പറഞ്ഞത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടെന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. പല ഭാഗങ്ങളും വരുന്നില്ല, ചെറിയ പ്രസ്താവന വന്നിട്ട് അവരെന്നെ തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൽ വിയോജിപ്പല്ല, അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുന്നു, അദ്ദേഹം തന്നെ തിരുത്തിയതൊക്കെ അല്ലേ. അതുപോലെ അതിന് വേണ്ടി ഞാനും. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിന്റെ പരാമർശങ്ങൾ പരിശോധിക്കുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി കടന്നേക്കില്ല. AV ജയശങ്കർ, 24 പത്തനംതിട്ട. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കാത്തതിൽ വിഷമമില്ലെന്ന് പ്രവർത്തന ചരിത്രം എണ്ണിപ്പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ. സ്ഥാനത്തിന് വേണ്ടി ആരുടെയും പിന്നാലെ കാത്തുനിന്നിട്ടില്ല. പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയത് ദുർവ്യാഖ്യാനം ചെയ്തെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു. പാർട്ടിയിൽ എതിർപ്പുകൾ ഉയരുന്നതിനിടെയായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം 2016 ഫെബ്രുവരി 15 എന്നെഴുതിയ ശേഷം ആശ്ചര്യചിഹ്നത്തോടെയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിനെ വ്യാഖ്യാനിച്ചത്. പോസ്റ്റിനെ പിന്തുണച്ചും എതിർത്തും CPIM പ്രവർത്തകർ തന്നെ രംഗത്തെത്തി. പിന്നാലെയാണ് എല്ലാ മാധ്യമങ്ങളുടെ തലയിലിട്ടും പ്രവർത്തന ചരിത്രം എണ്ണിപ്പറഞ്ഞും കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. വിഭാഗീയത ഇല്ലാതിരുന്ന സമ്മേളനമാണ് കഴിഞ്ഞുപോയതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഫേസ്ബുക്ക് ചിത്രം മാറ്റിയ സംഭവത്തിൽ താൻ നേരിട്ടല്ല ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നതെന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. CPIM സംസ്ഥാന കമ്മിറ്റിയിൽ VS സച്ചിദാനന്ദനെ പ്രത്യേക ക്ഷണിതാവാക്കും. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ ശേഷമാകും VSനെ പ്രത്യേക ക്ഷണിതാവായി തീരുമാനിക്കുക. ക്ഷണിക്കപ്പെടേണ്ട നേതാക്കന്മാരെ പറ്റിയുള്ള തീരുമാനം പാർട്ടി കൈക്കൊള്ളുമെന്നും അതിലൊന്നാമത്തെ പേര് VSന്റെ ആയിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പ്രായപരിധി കവിഞ്ഞ നേതാക്കളെ ഉൾക്കൊള്ളിക്കാൻ പാർട്ടി സംവിധാനമൊരുക്കുമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞു.
പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ ആനന്ദകുമാർ അറസ്റ്റിൽ. തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് നടപടി. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആനന്ദകുമാറിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാതിവില തട്ടിപ്പിൽ ആനന്ദ്കുമാറിനെ പ്രതി ചേർത്ത് കണ്ണൂരിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകാത്തതിനെ തുടർന്ന് കേസ് 2 തവണ മാറ്റിവെച്ചിരുന്നു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദ്കുമാറിന്റെ വാദം തള്ളിയ ക്രൈംബ്രാഞ്ച് NGO കോൺഫെഡറേഷനിൽ നിന്നും ആനന്ദ്കുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. പിന്നാലെ ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ആനന്ദ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ജവഹർ നഗർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് ആനന്ദ്കുമാറിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യാൻ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. അഡ്മിറ്റ് ചെയ്ത ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് സംഘം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴയിലെ സീഡ് സൊസൈറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നടപടി. നാളെ മജിസ്ട്രേറ്റിനെ എത്തിച്ച് റിമാൻഡ് ചെയ്യും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.